ഇന്ന് 10ാം ക്ലാസ് കേരള പാഠാവലിയിലെ നരബലി എന്ന പാഠഭാഗത്തിന്റെ ആശയവും പരീക്ഷാ കേന്ദ്രീകൃത ചോദ്യങ്ങളുമാണ് നോക്കുന്നത്. സുബോധ് ജാവ്ദേക്കർ രചിച്ച കാളിയത്ത് ദാമോദരൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത നരബലി എന്ന കഥ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ ഇടയിൽ മനുഷ്യന് നഷ്ടമാകുന്ന മാനവികതയെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു ശാസ്ത്ര കഥയാണ്. ഈ കഥയിൽ 2 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുമുള്ളത്. നരേഷ് എന്ന ശാസ്ത്രജ്ഞനും കമ്പ്യൂട്ടറുമാണ് ആ 2 കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് നരേഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ഇതിലൊരു പ്രധാന കഥാപാത്രം. അദ്ദേഹം ബഹിരാകാശ പേടകത്തിലെ കൺട്രോൾ റൂമിലിരുന്ന് ജോലി ചെയ്യുകയാണ്. ഇടയ്ക്ക് പേടകത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കമ്പ്യൂട്ടറുമായി സംസാരിക്കുന്നുണ്ട്. ബഹിരാകാശ പേടകം ഭൂമിയിൽ നിന്നും 14 കോടി കിലോമീറ്റർ അകലെയാണ്. സൂര്യനെ കുറിച്ച് പഠിക്കുകയാണ് ബഹിരാകാശ യാത്രയുടെ ലക്ഷ്യം. പേടകത്തിൽ യാത്രികനായി നരേഷ് മാത്രമേ ഉള്ളൂ. നരേഷ് ഏറ്റെടുത്ത ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ സൂര്യന്റെ ഏറ്റവും അടുത്തേക്ക് പോയേ മതിയാകൂ. സൂര്യന്റെ തൊട്ടടുത്ത് ചെന്ന് ശേഖരിക്കേണ്ട വിവരങ്ങളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ പേടകം 2 കഷ്ണങ്ങളായി മുറിയും. മുമ്പിലുള്ള വലിയ കഷ്ണം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം സൂര്യനിലേക്ക് വലിക്കപ്പെടുകയും പിൻഭാഗത്തുള്ള ചെറിയ കഷ്ണം മുമ്പ് പറഞ്ഞ പ്രക്രിയയുടെ റിയാക്ഷൻ മൂലം സൂര്യനിൽ നിന്ന് ദൂരേക്ക് പോവുകയും ചെയ്യും എന്ന് നരേശൻ കമ്പ്യൂട്ടറിനോട് പറയുന്നു. അപ്പോൾ ഈ ദൗത്യം എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്ന് കമ്പ്യൂട്ടറിനോട് പറയുകയാണ്. താൻ ആ ചെറിയ കഷ്ണത്തിലായിരിക്കുമെന്നും ഭൂമിയിൽ നിന്ന് വരുന്ന മറ്റൊരു പേടകം തന്നെ ഭൂമിയിൽ തിരിച്ചെത്തിക്കുമെന്നും നരേഷ് കൂട്ടിച്ചേർക്കുന്നു. താൻ ബലികഴിപ്പിക്കപ്പെടാൻ പോവുകയാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് കമ്പ്യൂട്ടർ പ്രകടിപ്പിക്കുന്ന ഭാവം ഇവിടെ തികച്ചും മാനുഷികമാണ്. തന്റെ ഭാവി എന്താകും എന്ന ആശങ്കയും നിസ്സഹായതയും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയും രോഷവും ഉപയോഗം കഴിഞ്ഞ് നിർദാക്ഷിണ്യം വലിച്ചെറിയുന്നതിന്റെ പ്രതിഷേധവും എല്ലാം കമ്പ്യൂട്ടറിന്റെ സംസാരത്തിൽ പ്രകടമാണ്. ഈ കഥയിലെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്നുള്ളത് കേവലം ഒരു യന്ത്രമായല്ല കഥാകാരൻ കമ്പ്യൂട്ടറിനെ ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. മാനുഷികമായ വികാര വിചാരങ്ങൾ എല്ലാം ഉള്ള കഥാപാത്രമാണ്. നരേഷിനൊപ്പം ബഹിരാകാശ ദൗത്യത്തിൽ പങ്കാളിയാകുന്ന കമ്പ്യൂട്ടർ നരേഷിന് സഹപ്രവർത്തകനും സുഹൃത്തുമാണ്. ഈ പാഠഭാഗത്തിലെ ഏതാനും ചോദ്യോത്തരങ്ങൾ നോക്കാം. നരബലി എന്ന ശീർഷകത്തിന്റെ അർത്ഥവും നരേഷിന്റെ പേരും തമ്മിലുള്ള ബന്ധമെന്ത്? നരബലി എന്നാൽ മനുഷ്യനെ കുരുതി അർപ്പിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പണ്ട് രാജാക്കന്മാർ തങ്ങളുടെ കാര്യസാധ്യത്തിനായി നിരപരാധികളെ കൊല്ലുന്ന സമ്പ്രദായത്തെയാണ് കമ്പ്യൂട്ടർ ഇവിടെ സൂചിപ്പിക്കുന്നത്. നരേഷ് എന്ന പേരിന് രാജാവ്, അതായത് നരന്മാരുടെ ഈശ്വരൻ, രാജാവ് എന്നാണ് അർത്ഥം. കമ്പ്യൂട്ടറിനെ സൂര്യനിൽ ബലി കൊടുത്ത് നരേഷ് രക്ഷപ്പെടുമ്പോൾ ഒരു രാജാവിനെ പോലെ തന്റെ നിലനിൽപ്പിനായി നരേഷ് തന്നെ ചതിക്കുകയാണെന്നും അങ്ങനെ നരേഷ് തന്റെ പേര് അന്വർത്ഥമാക്കുകയാണെന്നും കമ്പ്യൂട്ടർ പരിഹസിക്കുന്നു. അടുത്ത ഒരു ചോദ്യം നോക്കാം. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ നഷ്ടപ്പെടുന്ന മാനവികത. ഈ ആശയം നരബലി എന്ന കഥയെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക. ഈ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഈ കഥ ആരെഴുതിയതാണെന്നും ഈ കഥയുടെ പ്രാധാന്യം എന്താണെന്നും ആദ്യം ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അതായത് സുബോധ് ജാവ്ദേക്കർ രചിച്ച് കാളിയത്ത് ദാമോദരൻ വിവർത്തനം ചെയ്ത കഥയാണ് നരബലി എന്നുള്ളത്. ഇതൊരു ശാസ്ത്ര കഥയാണ് എന്നുള്ളത് നിങ്ങളവിടെ എഴുതാൻ ശ്രമിക്കുക. ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മാനവികതയെയും വർദ്ധിച്ചു വരുന്ന സ്വാർത്ഥതയെയും ഈ കഥ ഗൗരവമായിട്ട് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് കൂടി അവിടെ എഴുതാൻ ശ്രമിക്കുക. തുടർന്ന് കഥയിലേക്ക് വരിക. കഥയിലെ നായകന്റെ പേര് നരേഷ് എന്നാണ്. നരേഷ് എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് അർത്ഥം. തുടർന്ന് കഥയിൽ പ്രാചീന കാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രം പറയുന്നുണ്ട്. അത് നിങ്ങൾ അവിടെ എഴുതാൻ ശ്രമിക്കുക. പ്രാചീന കാലത്തെ രാജാക്കന്മാർ സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് നിരപരാധികളെ ബലി കൊടുത്തിരുന്നത് പോലെ ആധുനിക ശാസ്ത്രജ്ഞനായ നരേഷ് തന്റെ ജീവൻ രക്ഷിക്കാനായി ചിന്താശേഷിയുള്ള കമ്പ്യൂട്ടറിനെ സൂര്യനിലേക്ക് ബലി നൽകുന്നതാണ് കഥയുടെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതവിടെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അതായത് തുടർന്ന് നിങ്ങൾ എഴുതുക. ശാസ്ത്രം ഇത്രയേറെ വളർന്നിട്ടും മനുഷ്യന്റെ ഉള്ളിലെ ബലി നൽകാനുള്ള ആ ഒരു പ്രാകൃത വാസന മാറിയിട്ടില്ലെന്നാണ് ഈ കഥ കാണിച്ചു തരുന്നത്. തുടർന്ന് കഥയിലെ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഥയിൽ മനുഷ്യനേക്കാൾ വലിയ മാനുഷിക മൂല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു യന്ത്രമാണ് കമ്പ്യൂട്ടർ എന്നുള്ളത്.
നരേഷ് നൽകിയ മനുഷ്യനെ ആദ്യം രക്ഷിക്കുക എന്ന നിയമത്താൽ ബന്ധിക്കപ്പെട്ടതിനാൽ കമ്പ്യൂട്ടർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആത്മബലി നടത്തുകയാണ്. അപ്പൊ കമ്പ്യൂട്ടർ എന്നുള്ള ആ ഒരു യന്ത്രം നമ്മൾ അവിടെ എന്താണോ ഫീഡ് ചെയ്ത് വെക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് ആ ഒരു പേടകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും അതിന് സാധിക്കില്ല. കാരണം അതിന്റെ തലച്ചോറിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് മനുഷ്യനെ ആദ്യം രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ലംഘിക്കാനായിട്ട് ആ കമ്പ്യൂട്ടറിന് അവിടെ കഴിയില്ല. ആ ആശയം നമ്മൾ അവിടെ ശക്തമായി തന്നെ പറയണം. അപ്പൊ ഈ ഒരു നിയമത്താൽ ബന്ധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ആത്മബലി നടത്തുകയാണ് അവിടെ. അതായത് മനുഷ്യൻ യന്ത്രത്തെ വെറും ഒരു ഉപകരണമായിട്ട് കാണുമ്പോൾ യന്ത്രം മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്നു. കഥാന്ത്യത്തിൽ നരേഷിന്റെ കാതുകളിൽ മുഴങ്ങുന്ന ചെണ്ടകളുടെ ഉഗ്രശബ്ദം പണ്ട് നരബലി നടത്തുമ്പോൾ ബലിമൃഗത്തിന്റെ നിലവിളി കേൾക്കാതിരിക്കാൻ മുഴക്കിയിരുന്ന വാദ്യഘോഷങ്ങളെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി മനുഷ്യൻ ചന്ദ്രനിലും സൂര്യനിലും ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിലും സഹജീവികളോടുള്ള കരുണ വറ്റിയ അവന്റെ മനസ്സ് ഇപ്പോഴും ആ പഴയ ബലിക്കല്ലിന് ചുവട്ടിലാണെന്ന് കഥാകൃത്ത് സ്ഥാപിക്കുകയാണ് ഈ കഥയിലൂടെ. ഈ കഥ ശാസ്ത്രം മനുഷ്യന് വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചെങ്കിലും അത് മറ്റുള്ളവരുടെ ജീവനോ വികാരങ്ങളോ ബലി നൽകിക്കൊണ്ടാകരുത് എന്ന സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശാസ്ത്രം രക്ഷകനാകേണ്ടതിന് പകരം മനുഷ്യന്റെ സ്വാർത്ഥത മൂലം അത് വില്ലനാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ചോദ്യം നോക്കാം. നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു. കമ്പ്യൂട്ടറിനെ ബലി കൊടുത്ത നരേഷ് കുറ്റക്കാരനാണോ? സ്വാഭിപ്രായം വ്യക്തമാക്കുക. നരബലിയെ കുറിച്ച് കമ്പ്യൂട്ടറും നരേഷും സംസാരിക്കുന്ന വേളയിലാണ് കമ്പ്യൂട്ടർ ഇപ്രകാരം പറയുന്നത്. രാജാക്കന്മാർ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മനുഷ്യരെ ബലി കൊടുത്തിരുന്നു എന്ന് കമ്പ്യൂട്ടർ പറയുന്നു. തന്നെ ബലി നൽകി നരേഷ് അതുപോലെ രക്ഷപ്പെടാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയുന്നത്. തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി നരേഷ് തിരികെ ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ അതുവരെ സഹപ്രവർത്തന തുല്യമായി കൂടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ താൻ ഇരുന്ന പേടകത്തിന്റെ ഭാഗത്തോടൊപ്പം സൂര്യനിൽ ലയിച്ച് ഇല്ലാതാകും. ലക്ഷ്യം പൂർത്തിയാവുന്നതോടെ താൻ ബലി കഴിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയാണ് കമ്പ്യൂട്ടർ ഇവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഈ കഥയിൽ നരേഷിനെ കുറ്റക്കാരനായി അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്തവനായി കാണാൻ കഴിയില്ല. കാരണം ഏറ്റെടുത്ത വലിയൊരു ശാസ്ത്ര ദൗത്യത്തിന്റെ ഭാഗം മാത്രമാണ് ഈ കഥയിൽ നരേഷ്. ദൗത്യം പൂർത്തിയാകുന്നതോടെ പേടകം രണ്ടായി മുറിയണമെന്നുള്ളതും ഒരു ഭാഗം നശിക്കേണ്ടതും അനിവാര്യമാണ്. കമ്പ്യൂട്ടറിനോട് സഹതാപവും കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കേണ്ടി വരുന്നതിൽ കുറ്റബോധവും നരേഷിനുണ്ട്. എന്നാൽ ഏറ്റെടുത്ത ഒരു ദൗത്യം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ മാനുഷികമായ ഇത്തരം വികാരങ്ങൾക്ക് പ്രസക്തി ഇല്ലാതാകുന്നു. അടുത്തതായി നരേഷ് എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നരബലി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് നരേഷ്. നരേഷ് എന്ന പേരിന് രാജാവ് എന്നാണ് അർത്ഥം. ഒരു ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാണ് നരേഷ്. ബഹിരാകാശ പേടകത്തിൽ തന്നോടൊപ്പമുള്ള കമ്പ്യൂട്ടറിനോട് ഒരു സഹപ്രവർത്തകനോട് എന്ന പോലെയാണ് നരേഷ് സംസാരിക്കുന്നത്. ദൗത്യത്തിന്റെ ഒടുവിൽ കമ്പ്യൂട്ടറിനെ ബലി കൊടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ സഹതാപവും കുറ്റബോധവും കൊണ്ട് നരേഷ് തകർന്നു പോകുന്നു. കമ്പ്യൂട്ടർ സുഹൃത്തിനെ ബലി കൊടുക്കേണ്ടി വരുന്നതിൽ അതിയായ മാനസിക സമ്മർദ്ദം നരേഷ് അനുഭവിക്കുന്നുണ്ട്. പക്ഷേ തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്തു തീർക്കുന്നതിലും നരേഷ് ശ്രദ്ധാലുവാണ്. താൻ ബലി കൊടുക്കപ്പെടും എന്ന വിവരം കമ്പ്യൂട്ടർ മനസ്സിലാക്കിയതോടെ കമ്പ്യൂട്ടറുമായി അകലം പാലിക്കാനും നരേഷ് ശ്രദ്ധിക്കുന്നുണ്ട്. ഒടുവിൽ ഭസ്മമാകുന്നതിന് തൊട്ടു മുമ്പ് കമ്പ്യൂട്ടർ സുഹൃത്തിനോട് സംസാരിക്കാനുള്ള മോഹം നരേഷിന്റെ മനസ്സിൽ പൊങ്ങി വരുന്നു. കമ്പ്യൂട്ടറുമായി അവസാനമായി നരേഷ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മാനുഷികമായ മൂല്യങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റെടുത്ത ദൗത്യത്തിന് മുൻഗണന കൊടുക്കുകയും അത് വിജയകരമായി മാറ്റുകയും ചെയ്യുന്ന കഥാപാത്രമാണ് ഈ കഥയിലെ നരേഷ്. അടുത്ത ചോദ്യം നോക്കാം. എനിക്ക് എന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എന്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക പാപത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അപ്പൊ ഇവിടെ കമ്പ്യൂട്ടറിന്റെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം എങ്ങനെ കൊടുക്കണമെന്ന് നോക്കാം.
നരബലി എന്ന കഥയിൽ നരേശിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രമാണ് കമ്പ്യൂട്ടർ. വെറും ഒരു യന്ത്രമായല്ല കഥാകൃത്ത് കമ്പ്യൂട്ടറിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിന്തിക്കാനുള്ള കഴിവും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ള മനുഷ്യനൊപ്പം നിൽക്കുന്ന കഥാപാത്രമാണത്. ശബ്ദം അല്പം കൃത്രിമവും അരോചകവുമായി തോന്നുമെങ്കിലും കമ്പ്യൂട്ടർ നരേശനുമായി സംസാരിക്കുന്നുണ്ട്. യെസ് ബോസ്, ഒന്ന് മിണ്ടാതിരിയടോ തുടങ്ങി ഏറ്റവും അടുത്ത ആളോട് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരാളോട് സംവദിക്കുന്നത് പോലെയാണ് കമ്പ്യൂട്ടർ ഈ കഥയിൽ സംസാരിക്കുന്നത്. താൻ ബലികഴിക്കപ്പെടാൻ പോകുകയാണ് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് കമ്പ്യൂട്ടർ പ്രകടിപ്പിക്കുന്ന ഭാവം തികച്ചും മാനുഷികമാണ്. തന്റെ ഭാവി എന്താകും എന്ന ആശങ്കയും നിസ്സഹായതയും വഞ്ചിക്കപ്പെട്ടതിന്റെ വേദനയും രോഷവും ഉപയോഗം കഴിഞ്ഞ് നിർദാക്ഷിണ്യം വലിച്ചെറിയുന്നതിന്റെ പ്രതിഷേധവും എല്ലാം കമ്പ്യൂട്ടറിന്റെ സംസാരത്തിൽ പ്രകടമാണ്. താൻ ബലിയർപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന കമ്പ്യൂട്ടർ നരേഷ് എന്ന പേര് അന്വർത്ഥമായി എന്ന് പറയുന്നിടത്ത് മനുഷ്യന്റെ ബോധം തന്നെയാണ് കമ്പ്യൂട്ടറിനും ഉള്ളതെന്ന് വ്യക്തമാകുന്നു. സ്വയം ബലി നൽകി യജമാനനെ രക്ഷിക്കുന്ന കഥാപാത്രമായും കമ്പ്യൂട്ടർ ഈ കഥയിൽ മാറുന്നുണ്ട്. കഥാവസാനം കമ്പ്യൂട്ടറിന്റെ ശബ്ദം ആപത്തിലേക്ക് പോകുന്ന മനുഷ്യന്റേതുപോലെ വളരെ ക്ഷീണിതമായി മാറുന്നതും നരേശന് അനുഭവപ്പെടുന്നുണ്ട്. നരബലി എന്ന പാഠഭാഗത്തിന്റെ ആശയവും ഇതുവരെ ചർച്ച ചെയ്ത ചോദ്യോത്തരങ്ങളുടെ ആശയവും വ്യക്തമായി മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തു നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഉത്തരം നൽകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.